അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ നോക്കുന്നേ? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? കൊള്ളാം. എടാ ഞാനിപ്പോ ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കാതിരിക്കും നിങ്ങൾ തന്നെ പറ. എന്റെ പൊന്നമ്മ, ഞാൻ അത്രക്കാരനല്ല. അമ്മയ്ക്ക് അറിയാല്ല എന്നെ. അപ്പൊ അതിന്റെ അർത്ഥം എന്തോ ചേട്ടാ? ഞാൻ അത്രക്കാരനാണ് എന്നല്ലേ? എടാ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കിയതല്ലേ. ഏട്ടൻ ജന്മം കൊണ്ട് എന്റെ ഏട്ടനായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴുള്ളൊരു പരിപാടിയാണ് കൂടെ നിൽക്കുന്ന ആളുടെ കാലങ്ങ് വാരുക എന്നുള്ളത്. എടാ ഞാൻ കാല് വാരിയതല്ല, എന്റെ സത്യസന്ധത ഞാൻ വെളിപ്പെടുത്തിയതാണ്. സത്യസന്ധത നിങ്ങൾ വെളിപ്പെടുത്തിക്കോ, പക്ഷെ കൂടെ നിൽക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവരുത്. അയ്യോ, ഇനി ഇതിന്റെ പേര് രണ്ടും കൂടെ കിടന്ന് അടിക്കാതെ. എടാ ആ ന്യൂസിന്റെ കാര്യം വല്ലതൊക്കെ ഒന്ന് പോയി അന്വേഷിക്ക്. അത് എത്ര വേഗം കണ്ടുപിടിച്ചില്ലെങ്കിലേ സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ, ഒരു മാസം ഇനി ഇതായിരിക്കും ആഘോഷം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പൊന്നമ്മ, നമ്മളിപ്പോ ഇത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ നോക്ക്, ആരെ കുറിച്ച് എന്ത് അപവാദവും പറയാന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇതങ്ങ് വിട്ട് കളയണം, അല്ലാതെ ഇത് പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ തലവേദന കേസാ. അതൊക്കെ എനിക്കറിയാം, പക്ഷെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ ഇരിക്കാനായിട്ട്. മനസ്സിലായോ? അത് ചെയ്തില്ലെങ്കിലേ കുമാരി കറി പൊങ്കാല പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ ചായ അവിടെ വെച്ചു. ഓ എന്നാ നിങ്ങളെ അല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യ് കേട്ടോ. ശരി. അയ്യോ ദൈവമേ, എന്തോ ഗ്രഹപ്പഴ. കൊച്ചമ്മ, പിള്ളേരെന്ത് വിഷമിച്ചു പോകുന്നത്? എന്ത് വിഷയം? വിഷമിച്ചു പോകുന്നു? ആ നീ അവര് തരുന്ന വിഷമം കൂടാതെ നീ കൂടെ ടെൻഷൻ തരാൻ വേണ്ടി വന്നാണോ ചായ കൊണ്ട്? അല്ല, എന്താണ് പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചത്. എടാ ഒന്ന് മനസമാധാനമായിട്ട് ഇരിക്കാനുള്ള പ്രശ്നത്തിനെ കുറിച്ചായി പറയുന്നത്. ഒന്നും ഇല്ലാതെയൊന്നും അല്ല, എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ കൊച്ചമ്മ എന്റെ അടുത്ത് പറയുന്നില്ല. കുഴപ്പമില്ല, ഇന്നലെ നാളെ അത് തെളിയുമല്ലോ, അപ്പോഴേ ഞാൻ അറിയും. എടാ എനിക്കൊരു സ്വല്പം മനസമാധാനം വേണം, മനസ്സിലായി? സന്തോഷം വേണം. എനിക്ക് യുവമാരുമായിട്ട് വർത്താനം പറഞ്ഞാൽ അത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇറക്കി വിട്ടത്. ഇനിയപ്പോ അപ്പൊ നീ കയറി വന്ന് കിടന്ന് വായ പിടിക്കാതെ. കൊച്ചമ്മ പേടിക്കണ്ട. ആ സമാധാനത്തിന് വേണ്ടിട്ട് ചിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു സംഭവം പറയാം. ഒരു തമാശ ഇപ്പൊ ഇന്ന് നടന്ന സംഭവം പറയട്ടാ. തമാശ? നീ? അതെ. നിന്റെ തമാശ നന്നായിരിക്കുകയും ചെയ്യും. അല്ല കൊച്ചമ്മ, ഈ ടെൻഷൻ മാറാൻ നല്ലതാണ്, പറയട്ടാ. എന്തെങ്കിലും ആട്ടെ പറ. ഞാൻ ഇന്ന് നമ്മുടെ പീലി സുനിയുടെ കയ്യില് ഞാൻ നേരെ 500 കൊടുത്തിട്ട് പറഞ്ഞ് 300 രൂപയ്ക്ക് ചൂര് തരാൻ. 300 രൂപയ്ക്ക് ചൂര എങ്ങ് തന്നെ. 300 രൂപയ്ക്ക് ചൂര തന്നിട്ട് ഞാൻ ബാക്കി 200 ഉണ്ടല്ലോ, 200 ചോദിച്ചപ്പോ അവൻ പറഞ്ഞു തരാനില്ല. അവൻ എന്നെ നോക്കി, ഞാനും ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു 200 കൂടെ മീനിങ് എടുക്കാൻ പറഞ്ഞു. അവനങ്ങ് ചമ്മി അവിടെ നിന്ന്. എനിക്ക് ചിരിയാതെ ഞാൻ അവന്റെ മുമ്പ് ഇതാണോ നിന്റെ തമാശ? അല്ല, അവൻ പ്രതികരിച്ചില്ല, അവിടെയാണ് എന്റെ തമാശ. മനസ്സിലായി. നിനക്ക് തമാശ. അവന് രൂപ കിട്ടി 200, എന്റെ 200 രൂപ വെള്ളത്തിലും പോയി. വെറുതെ പോയില്ല, അതിനും കൂടെ നമ്മൾ മീൻ വാങ്ങിച്ചല്ലോ. ആണോ? ആ മീൻ എവിടെ കൊണ്ട് വെക്കുമെന്നാ? ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും, എന്നിട്ട് നാളെ നമ്മൾ എടുത്ത് ഉപയോഗിക്കും. എടാ ഈ ഒരു മീൻ വെക്കാൻ വേണ്ടി ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ടാ കറണ്ട് എത്ര ആവും? കറണ്ട് ബില്ലിന്റെ അവസ്ഥ ഇപ്പൊ നിനക്ക് അറിഞ്ഞുകൂടെ? ഓഹോ, പൊന്നു കൊച്ചമ്മ, എല്ലാം കൂടെ ഒരുമിച്ച് നടക്കൂല. കോമഡിയും വേണം, മീനും വേണം, കറണ്ട് ചാർജും വേണം. ഞാൻ നടക്കൂല, ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. ഏത് കോമഡി? അല്ല, ഏത് ഞാൻ അടുക്കളയിൽ ജോലിയുണ്ട്. അപ്പോ അടുക്കള അത് ഞാൻ മറന്നേ പോയി. അങ്ങ് നിൽക്കും. എന്ത് ചെയ്യാനെന്ന് പറയാനായിട്ട് ഓരോരോ വട്ട് ജന്മങ്ങൾ കൂടെ കൂടി 200 രൂപ കളഞ്ഞ വെച്ച് തമാശ പറയട്ടെ കൊച്ചമ്മ. എടി, കമ്പനിയിൽ നിന്ന് ഒരു 5 മുളകച്ചാറും പിന്നെ 5 നാരങ്ങ അച്ചാറും മാങ്ങാച്ചാറും എടുത്തോ. ഓരോന്നും 5 എണ്ണം വെച്ചിട്ട്. ഇഞ്ചിയും കൂടെ എടുത്തോ. ശിവചേട്ടൻ വരും. ഓ, കയ്യിലെടുത്ത് കൊടുത്താൽ മതിയേ. ഓ ശരി ശരി. ഞാൻ വിളിക്കാം. എന്താ? ഒന്നുമില്ല. ശരി. എടോ, സത്യത്തില് ഒരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് എന്നെ സംശയം വല്ലതും തോന്നുന്നുണ്ടോ എന്റെ അടുത്ത്? എന്തിന്? അല്ല, ഏതോ ഒരാൾ ഇങ്ങോട്ട് ഊമക്കത്തൊക്കെ അയച്ചിട്ടുണ്ടല്ലോ, ആ മാറ്റർ വെച്ചിട്ട്. അത് ഊമക്കത്തല്ലേ, അതിനെന്തിനു സംശയിക്കുന്നത്? ചിലപ്പോ ആ ഊമക്കത്തിലുള്ളത് സത്യമാണെങ്കിലോ? സത്യമാണെങ്കിൽ ഞാൻ അവളെ തട്ടും. ചുമ്മാ അല്ല, സത്യമായിട്ട്. സത്യമായിട്ടും. ആണോ? അല്ല, കമ്പനി പോണില്ലേ? അല്ല, ഞാന് ഒന്ന് പുറത്തോട്ട് പോവാ. മനുവിനെ വിളിച്ചിട്ട് 2 ദിവസമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. അവൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ശരി, ബൈ. ഹെൽമെറ്റ് വെക്കേ. ഓ, ഇട്. മടിയൻ തന്നെയല്ലേ?
മോളെ എന്തൊരു കിടപ്പായത്. നീ ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നെ തൊട്ട് പോരുത്. ഞാൻ തൊട്ടില്ല. നിങ്ങൾ ചതിയനാ, എന്നോട് സംസാരിക്കണ്ട. അയ്യോ മോളെ, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ നിരപരാധിയാ. നിങ്ങൾ എനിക്ക് അറിയാവുന്നോണ്ടാ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. ദേ, ഇനിയും നീ എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ വീണ്ടും ബോധം കെടും. ഇപ്പൊ തന്നെ ആരുടെയൊക്കെ പേരിൽ എന്തൊക്കെ ആരോപണങ്ങൾ വരുന്നു. അതൊന്നും സത്യമല്ലല്ലോ. അതുപോലെ തന്നെ ഇതും. അല്ല, തീ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന് എന്റെ അമ്മ എപ്പോഴും പറയും. എന്റെ മോളെ, ഈ തീ കത്തിച്ചത് ഞാനല്ല. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്ന് വിശ്വസിക്കും. എങ്കി പറ, ആരാ അവള്? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഓഫീസിൽ പോണു. ആ, അവളുടെ അടുത്തേക്ക് ആയിരിക്കും അല്ലേ പോണത്? ദൈവമേ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ അവേദത്തിന്റെ കഥയറിഞ്ഞ ഞാൻ പിന്നെ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല. അന്ന് സ്വപ്നത്തിൽ ഏതാണ്ട് ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നിങ്ങൾ നീ കാണിക്കണേ? നെഞ്ചത്തടിച്ചതാ. എന്നിട്ട് ശബ്ദം ഒന്നും കേട്ടില്ലല്ലോ. നിങ്ങൾ അതുകൂടെ പാടല്ലേ എന്നെ പറ്റിക്ക. അരിക്കലം കണ്ടു ഞാൻ, അരിയുണ്ട തിന്നു ഞാൻ, അരിക്കായി കാത്തിന്ന്. മൊത്തം കല്ലാന്നല്ലോ. ഇതൊക്കെ തെങ്ങിന് ഇച്ചിരി വളവിട്ടാലെന്താ ഒരു ഓഞ്ഞ മടല്. ഞാനോ തെങ്ങ്. മമ്മി, അയ്യോ, എവിടുന്ന് കിട്ടി? ഏത് പറമ്പിൽ കയറി? ഏത് പറമ്പിന്നാട്ടാ കഞ്ഞി വെക്കണൊക്കെ ഞാൻ ഇതുപോലെ ഓലയും മടലും ഒക്കെ കൊണ്ടുവരണം. എന്റെ മോനുണ്ടല്ലോ ഇവിടെ ഗ്യാസ് കൊണ്ട് നിറച്ചു വെച്ചേക്കാൻ. ആശുപത്രിയിൽ എന്തൊരു ക്യൂ ആടാ. നിന്ന് ഞാൻ കുഴഞ്ഞ് ചെല്ലുമ്പോ കുറച്ച് മോളെ പെറുകിട്ട്. മോളെല്ലാം വെച്ച് പാരസെറ്റമോളമ്മ. നിന്റെ അത്രയും വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ല. ആ മോളെ പെറുക്കിയും തരും. ഇവിടെ ആണെങ്കിൽ ഒരു ചെമിടി ഇരിക്കുന്നു. എന്നാ പിന്നെ അതിന് അടുത്തൊക്കെ തിന്നാ പോലായിരുന്നോ? നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എടുക്കണ്ടേ? അതിനാ ഞാൻ മേടിച്ചു വെച്ചേക്കുന്നേ. അത് കൊള്ളാത്. ഞാൻ എടുത്ത് തിന്നായിരുന്നല്ലോ. മഞ്ഞപ്പാട്ടേന്നാണോ ചുവന്ന പാട്ടേന്നാണോ? മഞ്ഞന്ന്. മഞ്ഞപ്പാട്ടേന്നാണോ? അയ്യോ, അത് ഞാൻ നേരത്തെ മേടിച്ചു വെച്ചാടാ. ചുമന്ന പാട്ടല്ലേ ഇപ്പൊ കിട്ടുന്നല്ല, അതിലാ വെക്കുന്നേ. ആണോ? അപ്പൊ അതിന്റെ ബാക്കി ഇരുന്നത് നീരട്ടപ്പയാ? അത് എന്റെ അച്ഛനുള്ള കാലത്ത് മേടിച്ചു വെച്ച മരുന്നുകളാ. അങ്ങനെ പറ. അപ്പൊ എന്റെ അച്ഛൻ പാരസെറ്റമോൾ കഴിച്ചാണ് മരിച്ചത്. കിടന്ന് നീ ഇതുവരെ കല്ലിനകത്തിലെ അരി പെറുക്കിയില്ലേ? അല്ല, അരിക്കകത്തിലെ കല്ല് പെറുക്കിയില്ലേ? ഇതിനകത്ത് മൊത്തം കല്ല. ഞാൻ അതിന് അരി മാത്രം പറക്കി വെക്കുന്നതിന്. റേഷൻ കടയിൽ നിന്ന് ചുമ്മാ ഇച്ചിരി അരി വന്നപ്പോ മേടിച്ചോണ്ട് വന്നതാ. പൈസ കൊടുത്ത് മേടിച്ചൊന്നും അല്ല. അല്ല, കല്യാണം മാറ്റി വെച്ചിട്ടുണ്ട് ഒരു വീഡിയോ കള്ള കല്ല്. എനിക്ക് നിങ്ങൾ തന്നെ നോക്കുന്ന 10-30 വയസ്സാ. എനിക്ക് കണ്ണും കടയൊന്നും കാണത്തില്ല. 30. അപ്പൊ എനിക്ക് എത്രയായി? നിനക്ക് 26 2ാം ക്ലാസ്സിലാണ് എന്നെ പ്രസവിച്ചേ. അയ്യോ, അയ്യോ, നമ്മുടെ കണക്ക് എപ്പോഴോ തെറ്റി. 2ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേ കണക്കുകൾ കുറച്ച് തെറ്റും. അമ്മയെ പാപ്പിച്ച് നടക്കുന്ന മോനെ പാപ്പിച്ച് നടക്കണ്ട. എനിക്ക് വീട്ടിൽ പൂട്ടാൻ നീ കുറച്ച് പീഡന്താ. നിനക്ക് പീഡം ഞാൻ തന്നിട്ടില്ലടാ. നിനക്ക് ഞാൻ പീഡം തന്നിട്ടില്ലേ? പുറത്താക്കിയതല്ലോ. കൂടാർക്കാരന് ആവശ്യത്തിന് പീഡം തന്നാ നിന്നെ ഞാൻ വളർത്തിയത്. അവന് പീഡം വേണമെന്ന് കൂടാറുന്ന് പീഡം കൊടുക്കാന്. എന്തിനാ ഈ റേഷൻ കാർഡ് നീട്ടി ദാരിദ്ര്യൊക്കെ പിടിച്ച് താഴെ അരിയൊക്കെ മേടിച്ചോണ്ട് വരുന്നത് നിങ്ങൾ? അയ്യോ, എന്റെ മക്കൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ. അതേ ഇച്ചിരി പൈസ എടുത്തോണ്ട് വാ. ഞാൻ പോയി നല്ല അരി സാധനം മേടിച്ചോണ്ട് വരാം. എന്റെ മക്കൾക്ക് കഞ്ഞിയും കറിയും വെച്ച് തരാ ഞാൻ. നിങ്ങളുടെ ഒറ്റ ഒരാളാ എന്നെ മാനസികമായിട്ട് നിങ്ങൾ തളർത്തുന്നു. നിന്നെ ഞാൻ മാനസികമായിട്ട് തളർത്തും. കാരണം എന്താണെന്നറിയോ? നിനക്ക് ലക്ഷ്യം വേണം. അവിടെ ലക്ഷ്യം. എനിക്ക് ലക്ഷ്യബോധമൊക്കെ ഉണ്ട്. ലക്ഷ്യം ഉണ്ടല്ലോ. വൈകുന്നേരം ആകുമ്പോ ഇവിടുന്ന് ഇറങ്ങിയപ്പോ ആരെങ്കിലും സോപ്പിടും, 2 ഗ്ലാസ് കുടിക്കും, ഇങ്ങി വരും, 4 കോല തന്തപ്പോട തന്നെ. അതാ നിന്റെ ലക്ഷ്യം. എന്റെ 2 അടിക്കാൻ പോലും എന്റെ പൈസ. പിന്നെ ഞാൻ ഇതിനെ പോയി വാറി പോയി അടിക്കും. നിനക്ക് എന്തിനാടാ പൈസ? നീ അങ്ങോട്ട് ഇറങ്ങിയാ പോരെ. നിന്റെ കൂട്ടുകാരുണ്ടല്ലേ പ്രതീക്ഷ, അവൻ ഇങ്ങോട്ട് വരും. അവന്റെ കൂടെ അങ്ങ് കേറും, വെള്ളം അടിക്കാലോ. എടാ ചെറുക്ക, അവരുടെ കയ്യിലൊക്കെ പൂത്ത പൈസയുണ്ട്. നിന്റെ കിഷ്ണിയോ കരളോ ഒക്കെ പോയി കഴിഞ്ഞാലേ എന്റെ കയ്യിലില്ല പൈസ നിന്നെ ചികിത്സിക്കാനേ. കിഷ്ണി പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാ നിനക്ക് നല്ലത്. പോലൊരു പന്ന ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല. അവന്റെ കൂടെ ഉള്ള കൂട്ടുകെട്ട് നീ അങ്ങ് നിർത്തിയേക്ക്. നിന്റെ അമ്മയാ പറയുന്നത്. നിന്റെ നല്ലതിന് വേണ്ടിട്ടാ പറയുന്നത്. കേട്ടോ? നീ അവനോട്ട് ഒരു കൂട്ടുകെട്ടും വേണ്ട. ഒരു വൃത്തികെട്ടച്ച്. ഹലോ, ഞാൻ പറഞ്ഞത് വല്ല അവനോട് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും. നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുന്നത്? ഫോണിൽ ചാർജ് ഇല്ല. ചാർജ് അതെ, ബാറ്ററി ചത്തായിരിക്കും. ബാറ്ററി എത്താ ഫോൺ കാണിക്കും. ഫോൺ അത് ഒരാൾ അനുവാദം ഫോണൊക്കെ എടുക്കുന്നത് ഭയങ്കര മോശമില്ല. എടാ ഞാൻ എന്ത് ചെയ്തിട്ട് നീ ഫോൺ കാണിച്ചാലും നീ നമുക്ക് വേറെ പരിപാടി ഉണ്ട്.
എനിക്ക് എന്റെ അമ്മച്ചി വിടാൻ എനിക്ക് വരാൻ പറ്റില്ല. ഐ എം മമ്മാസ് പോയി. എന്താ മനു നീ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? കള്ളം പറഞ്ഞത് എന്റെ കണ്ണു പൊട്ടും കേട്ടോ. ഞാൻ എപ്പോഴാടാ പറഞ്ഞ പ്രതീക്ഷ മോന്റെ കൂടെ നീ പോണ്ടാന്ന് ഞാൻ എപ്പോ പറഞ്ഞു മോനെ? അയ്യോ എന്റെ അമ്മച്ചി എന്തിനാ ഈ 2 വെള്ളത്തിൽ കാലം ഇടുന്നത്? അമ്മച്ചി അമ്മച്ചി നേരത്തെ പറഞ്ഞില്ലേ അവൻ്റെ കൂടെ പോലെന്ന്? ഞാൻ അങ്ങനെ പറയുമോ മോനെ? അയ്യോ എപ്പോഴോ ഒരിക്കൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്നറിയോ, നിങ്ങൾ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം അറിയാൻ വേണ്ടിട്ടാ. ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം അറിയാൻ വേണ്ടിട്ടാ. അപ്പം ഇവന്റെ അടുത്ത് ഞാൻ പോണ്ടാന്ന് പറയുമ്പോ ഇവൻ പോവല്ലോ, പ്രതീക്ഷ മോനെ കാണാൻ വരുമല്ലോ. പക്ഷെ ഇവൻ ജയിച്ചു കേട്ടോ. എന്റെ മോൻ ജയിച്ചു. എന്തായാലും വാ, നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. വാ, നീ പോ ഞാൻ പോവാ. മക്കളെ പതുക്കെ പോണേടാ. പോ അരിയും കള. ഓ സൂക്ഷിച്ച് പോണേ മക്കളെ. അയ്യോ കുഞ്ഞേ മുത്തുണ്ണേ, എന്താ എന്തോന്ന് പ്രശ്നം? എന്ത് പ്രശ്നം? അല്ല, നമ്മൾ ലക്ഷ്മി കുഞ്ഞ് ആഹാരം കഴിച്ചില്ല, കൊച്ചമ്മ വിഷമിച്ചിരിക്കുന്നു, കുഞ്ഞാണെങ്കിൽ കണ്ണടച്ചിരിക്കുന്നു. എന്തുണ്ടെങ്കിൽ പറ, എന്തോന്ന് പ്രശ്നം? എന്ത് പ്രശ്നമൊന്നുമില്ല അണ്ണ. അങ്ങനെയൊന്നും പറയണ്ട. എന്തോ പ്രശ്നമുണ്ട്, അണ്ണന്റെ അടുത്ത് പറ, അണ്ണൻ ക്ലിയർ ആക്കി തരാം. അണ്ണന്റെ അടുത്ത് പറഞ്ഞു ഒരു പ്രശ്നമില്ല. കുഞ്ഞെന്തിന് ചൂടാകുന്നത്? പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച ഉമ്മ ആരാ? എന്തോന്ന് ഉമ്മാരാന്ന് പറഞ്ഞു? ഞങ്ങൾക്ക് അടുക്കളയിൽ ഒരു പണിയില്ലേ? ഉണ്ട്. എന്നാ പോയി അത് ചെയ്യാൻ നോക്ക്. എന്തോ ഉണ്ട്, കണ്ടുപിടിക്കും. എന്താ? ഒന്നുമില്ല. യോ ഒന്നല്ല ഇപ്പൊ. പ്രശോഭേ, എല്ലാം ഒപ്പിച്ച് വെച്ചു കിടന്ന് ഉറങ്ങുന്നോ? എന്താ എടാ ഞാൻ എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത്? ആന്റി എന്ത് കേട്ടെന്നാ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളെ ചതിക്കാനാ നിന്റെ പ്ലാനെങ്കിലെങ്കിലേ നടക്കത്തില്ലടാ. ആന്റി ഒന്ന് പതുക്കെ പറ, അമ്മ അകത്തുണ്ട്. കേക്കട്ടെ എല്ലാരും. നാളെ ടിവിക്കകത്ത് ന്യൂസ് വരുമല്ലോ, അപ്പൊ എല്ലാരും അറിഞ്ഞോളൂ നിന്റെ ഗുണങ്ങള്. അമ്മ മക്കള് കരയാതെ. എന്തായാലും ഇവളെ അവനെയും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ ഈ സുനിതാമേനെ സമ്മതിക്കത്തില്ല. ഏവള്? നിന്റെ മറ്റവളോ? അമ്മയുടെ വാക്കാടി, നീ കയറി വാ. ഈ ലെറ്ററങ്ങാനും എഴുതിയ തെണ്ടി എന്നെ കൈ കിട്ടണം. എന്താണ് മുത്തുക്കിളി സ്വന്തം സൗന്ദര്യ കണ്ണാടി നോക്കി ആസ്വദിക്കുന്നത്? സൗന്ദര്യമുള്ളവർക്ക് എന്തും ആകാലോ. സൗന്ദര്യമുള്ളവർക്ക് എന്തും ആകാലോ. പിന്നെ സുരഭി, എന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാ എത്ര വയസ്സ് തോന്നിക്കും? ഒരു 48 വയസ്സ്. 28 തോന്നിക്കൊള്ള? 48 വയസ്സ്. 48? ആ ഞാനേ തമാശക്കല്ലേ ചോദിച്ച, സീരിയസ് ആയിട്ട് ചോദിച്ചാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ 48 വയസ്സ്, അല്ലെങ്കിൽ 49, 50 വയസ്സിനകത്ത്. 36 വയസ്സേ തോന്നിക്കൊള്ളുന്ന ഒരാൾ പറഞ്ഞില്ല. അതാര് പറഞ്ഞത്? അങ്ങനെ ഒരാളുണ്ട്. നമ്മളൊക്കെ പറയാ. മുത്തുക്കിളിയുടെ മനസ്സിൽ ആരാ മുട്ടയിട്ടത്? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാലും പറ ആരാന്ന്. പറയില്ലെന്ന് പറഞ്ഞില്ലേ? ഞാനല്ലേ ചോദിക്കുന്നേ. പേരെങ്കിലും പറ. പേരും നാളും ഒക്കെ ഞാൻ പിന്നീട് പറയാം. ഹലോ പറണ്ണ, ഇവിടെ ഉണ്ട്. ആ അണ്ണിങ് വന്നാ മതി. ശരി അണ്ണ. എന്ത് 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 എന്ത്? ഒന്നുമില്ല. ആര് വിളിച്ചതാര്? പ്രതീക്ഷ അണ്ണൻ. ആ അപ്പഴേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം, ജംഗ്ഷൻ വരെ ഒന്ന് പോകണം. ഒരിടത്തും പോണ്ട. അല്ല ഞാൻ പോയിട്ട് വരാം. അതാ പറഞ്ഞ ഒരിടത്തും പോണ്ട. എന്ത്? ഇവിടെ നിന്നാ മതി. എനിക്ക് ജംഗ്ഷനിൽ അത്യാവശ്യമായിട്ട് പോകണം, അതുകൊള്ളാം. ഒരിടത്തും പോവരുത്, ഇവിടെ നിന്നോണം. ഞാൻ പോകുന്ന പറഞ്ഞാൽ ഞാൻ പോവും. പോവരുത്. പ്രതീക്ഷ അണ്ണനെ അറിയല്ല. സീരിയസ് ആയിട്ടാ പറഞ്ഞത്? സീരിയസ് ആയിട്ട്. എനിക്ക് ഇവിടെ നിൽക്കാം. ആ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് കേട്ട്, ഇവിടെ നിന്ന് പോവരുത്. അമ്മായി
ചേട്ടാ ആ ചേട്ടാ എന്തുവാടാ ഏ? എന്തെണ്ണ എന്തുവാടാ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ന്യൂസ് വല്ലതും കിട്ടിയോ? അമ്മ ന്യൂസ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ആളെ അങ്ങ് പൊക്കി. ആ അത് വേണം. ആരെ പൊക്കിയ കാര്യമായി പറയുന്നത്? അതൊക്കെ വലിയ കഥയാണ. എടാ നീ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. ഈ കഥ പറയാൻ വേണ്ടി എന്റെ സുഹൃത്തും വഴികാട്ടിയുമായ ഈ കേസിന് പിന്നിൽ പട്ടിപ്പണിയെടുത്ത CID മനുവിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം മിസ്റ്റർ മനു ടു ദ സ്റ്റേജ്. ഏട്ടാ നീയും ഉണ്ടായിരുന്ന സഖേ. മാന്യ സദസ്സിന് നമസ്കാരം. നമസ്കാരം. എന്തുവാ കൊച്ചനെ നീ ഡാൻസ് കളഞ്ഞ ഇവനെന്തായി കാണിക്കുന്നേ? ആന്റി, നമ്മൾ ഇവിടെ നടന്ന കഥകളെ ആസ്പദമാക്കി ഞാൻ പ്രതീക്ഷയോട് തീർന്ന് ഒരു നാടക രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതന്നെ? അല്ല എന്റെ സഹായം വല്ലതും? അല്ല, വേണ്ട. എന്തുവാന്ന് വെച്ചാ എന്റെ പൊന്നുമോനെ നീ ഒന്ന് പറ. പ്രിയരെ, നമ്മളിവിടെ അവതരിപ്പിക്കാൻ വന്ന നാടകത്തിന്റെ പേരാണ് ചന്ദ്രഹാസത്തിലെ മൂത്ത പുത്രൻ. അയ്യോ പ്രിയരെ, ഈ കഥ നടക്കുന്നത് 2 ആഴ്ച മുമ്പാണ്. അത് പറ. ഒരു തണുത്ത വെളുപ്പാങ്കാലം ചന്ദ്രഹാസത്തിലെ ഗേറ്റ് തുറന്ന് നമ്മുടെ കഥാനായകൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴിതാ മന്ദം നടന്നു വരുന്നു നമ്മുടെ കഥാനായിക. അതെ, ആരടാ? കഥാനായിക. അവൾ ആ വലിയ വീട്ടിലേക്ക് വന്നത് വേറൊന്നിനുമല്ല, അവൾക്കൊരു ജോലി വേണം. ജോലിയാ? ആ. നായകനെ കണ്ട ഫസ്റ്റ് സൈഡിൽ തന്നെ നായകനോട് അവൾക്കൊരു പ്രണയം തോന്നി. അവൾ അവനോട് ചോദിച്ചു, ചേട്ടാ, ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ചേട്ടനാണോ ചന്ദ്രഹാസത്തിലെ പൂത്തമൻ? ആ ചോദ്യം കേട്ട ഉടനെ തന്നെ നമ്മുടെ നായകൻ മതിമറക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ചന്ദ്രഹാസത്തിലെ സുഹാസിനി അമ്മയുടെ മൂത്ത മകന്. അങ്ങനെ അവരുടെ പ്രണയം പൂവണിയാണ് സുഹൃത്തുക്കളെ. അവർ ബേക്കറി വെച്ചും ബസ് സ്റ്റാൻഡിൽ വെച്ചും അവരുടെ മനസ്സുകൾ കൈമാറി. അപ്പോഴാണ് നായിക നമ്മുടെ നായകന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്. എനിക്ക് ചന്ദ്രഹാസത്തിൽ ഒരു ജോലി വേണം, അല്ലെങ്കിൽ കഥാനായകൻ അവളെ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കാനോ? നമ്മുടെ നായകന്റെ ഉദ്ദേശം മറ്റൊന്നായതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാണ്. ചന്ദ്രഹാസം കുടുംബത്തിലെ മൂത്ത മകൻ വിവാഹിതനാകുന്നു. ചേട്ടാളെ അമ്മ, ഇതൊന്നും വിശ്വസിക്കില്ല. മനസ്സാവാച കർമ്മണം ഞാൻ അറിയാത്ത കാര്യങ്ങളാണ്. ഏതായാലല്ലേ അതവിടെ തീക്കട്ടെ. അവര് നല്ല രസമായിട്ട് പറഞ്ഞു വരുന്നത്. ബാക്കിയോട് പറ കേക്കട്ടെ. ദുഷ്ടനാണ് അവൻ, നീചനാണ് അവൻ, ചതിയനാണ് അവൻ. അവന്റെ തനി നിറം കാണിച്ചു തുടങ്ങിയപ്പോഴാണ് അവൾ ഊമക്കത്തുമായി ഇങ്ങോട്ട് വന്നത്. എന്തുവാടാ കാണിച്ച ചതി? ഇനി നമുക്ക് എല്ലാവർക്കും നമ്മുടെ നായികയെ പരിചയപ്പെടാൻ സമയമായിരിക്കും. ലെറ്റ്സ് വെൽക്കം ശാന്ത ഫ്രം കൊളപ്പനമൂട്. ആരടാ ഇത്? ആരടാ ഇത്? ഇനി നമുക്ക് എല്ലാവർക്കും ആ നായകനെ പരിചയപ്പെടണ്ടേ? ശാന്ത ചേച്ചി, ഇനി പറ, ചന്ദ്രഹാസം വീട്ടിലെ സുഹാസിനി അമ്മയുടെ മൂത്ത മകൻ ആരാണെന്ന് പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത് വന്നത്? പറയൂ. എന്തോ ആരാ ഇത്? ആരെന്തോ എന്താ? ആരെന്തോ കണ്ണാടിയാണോ? അതെ ആന്റി, ശരിക്കുള്ള ഹീറോ മുത്തോണ്ണനാണ്, അല്ലാതെ പ്രശോഭേട്ടനല്ല. മഹാഭാവി, എന്റെ കുഞ്ഞിനെ ഇത്രയും പേരെ കൊണ്ട് നീ പറയിപ്പിച്ചില്ലേ? അയ്യോ എടി പെണ്ണേ, എന്താ ഇത്? ഇയാൾ എനിക്ക് ജോലി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ഇയാൾ എന്നെ കല്യാണം കഴിക്കാന്നും പറഞ്ഞു. ഞാൻ 600 രൂപയുടെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. 550 രൂപ വാങ്ങിച്ചുള്ളൂ. എന്നിട്ട് ഇയാൾ കല്യാണവും കഴിച്ചില്ല, എനിക്ക് ജോലിയും വാങ്ങിച്ചു തന്നില്ല. അതിന്റെ പേരിൽ എനിക്ക് 600 രൂപ നഷ്ടത്തിലായി. ഇങ്ങനെ ചതിയനാണ്. വെച്ച് തന്നാലുണ്ടല്ലോ. ശാന്തേ, നിപ്പോ ശാന്ത. അയ്യോ എടി കൊച്ചേ, ഇവനുള്ളത് ഞാൻ കൊടുത്തോളാം, മനസ്സിലായോ? സുരഭി, അവിടെ എന്താന്ന് വെച്ചാ കൊടുത്തേച്ച് പറഞ്ഞു വിടാൻ നോക്ക്. ആ ചേച്ചി. അയ്യടാ, ഭഗവാനേ, ഏതായാലും ക്ലൈമാക്സ് അല്ല, ഒന്നാം തരം ട്വിസ്റ്റ്. ഇനി ഇതിനൊരു ടൈലന്റ് വേണ്ടടാ. ടൈലന്റ് അങ്ങർക്ക് ഞാൻ കൊടുക്കാം. അത് തന്നെ. അയ്യോ. നോക്കിട്ടെ. അങ്ങനെ നമ്മുടെ മുത്തുവിന്റെ കഥ ഇവിടെ അവസാനം.
നമസ്കാരം.